2025 പുതിയ കളർ സ്കീമിലും കുറച്ച് ഫീച്ചറും കാര്യങ്ങളൊക്കെ ആഡാക്കി വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ 2 അപ്ഡേഷൻ വന്നിട്ടുണ്ട്, 3 അപ്ഡേഷൻ വന്നിട്ടുണ്ട്. കളർ ആ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടല്ലേ, LED ഇൻഡിക്കേറ്റർ ആക്കി. അതുപോലെ തന്നെ മെയിൻ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ ഒരു TFT ഡിസ്പ്ലേ ആണ്. അതായത് നമ്മുടെ FC ഹൈബ്രിഡിലൊക്കെ വന്ന സെയിം ആ ഒരു TFT ഡിസ്പ്ലേ ഇതിനകത്തും കൊണ്ടുവന്നിരിക്കുകയാണ് യമഹ. കാണാൻ നല്ല രസമുണ്ട്, നല്ലൊരു എന്താ പറയുക ആനിമേഷനും കാര്യങ്ങളൊക്കെയാണ് ഇത് പോപ്പപ്പ് ആകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുക. കണ്ടില്ലേ, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ വരുന്ന യമഹയുടെ ഒരു ക്വാളിറ്റി ഇപ്പം നിലവിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സോ എൻജിനിലോ അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പെർഫോമൻസിലോ ഒന്നും തന്നെ ഒരു മാറ്റവും ഇല്ല. അത് പീക്ക് ലെവലിൽ നിൽക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ പെർഫോമൻസിലൊന്നും മാറ്റം കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് BS4-ൻ്റെ ഒരു പവർ നിലവിൽ ഇപ്പം മിസ്സിംഗ് ആണ്. ബട്ട് സ്റ്റിൽ പവർഫുൾ ദാൻ എനി അതർ കോമ്പറ്റീറ്റേഴ്സ്. ഡ്യൂക്ക് ടു 160 ഞാൻ ഓടിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയാം. സോ എങ്ങനെയുണ്ട് വണ്ടിയുടെ ലുക്ക്? നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് പെരിങ്ങാട്ട് മോട്ടോഴ്സിൽ. ഇവിടെ വന്നാൽ വണ്ടി കാണാനും ഓടിക്കാനൊക്കെ പറ്റും. സോ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും.